കൃഷ്ണേന്ദു, ബീഹാറിൽ കഴിഞ്ഞ ദിവസം ഒരു റീ ഇലക്ഷൻ നടന്നിരിക്കുക. അതിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം വന്നു. അപ്പോൾ BJPയുടെ ഉരുക്കു കോട്ടയെന്നറിയപ്പെടുന്ന ബങ്കിപ്പൂർ എന്ന മണ്ഡലം BJPക്ക് കയ്യിൽ നിന്ന് നഷ്ടമായിരിക്കുകയാണ്. ഒരു 2024 രൂപീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു സ്വാതന്ത്ര്യ രാഷ്ട്രീയ പാർട്ടിയായ ജാൻ സൂരജ് പാർട്ടിയാണ് അതിലെ ഒരു നേതാവാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പം 2008 BJP അവിടെ ഒരു മണ്ഡലം രൂപീകരിക്കുന്നത്. അന്ന് തൊട്ട് BJPയുടെ ഭരണമാണ്. അപ്പം BJPയുടെ ഒരു പതനത്തിന്റെ തുടക്കമാണ് നമ്മളിത് കാണുന്നത്. ഒരു തുടക്കമായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ സാധിക്കും. കാരണം ഇപ്പോൾ CJP ഒക്കെ വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ CJPക്ക് ശേഷം ജന്തർ മന്ദറിലെ പ്രക്ഷോഭത്തിനൊക്കെ ശേഷം ഏറ്റവും കൂടുതൽ യുവാക്കൾ അണിനിരുന്ന, രാജ്യം ശ്രദ്ധിച്ച ഒരു പ്രക്ഷോഭം അത് ബീഹാറിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്, പത്നയിലാണ്. അപ്പോൾ അവിടെ ആ പ്രക്ഷോഭമൊക്കെ നടന്നതിന് ശേഷം നടക്കുന്നൊരു ഉപതെരഞ്ഞെടുപ്പ്, അതിൻ്റെ ഒരു ഫലം എന്നൊക്കെ നമുക്കിതിനെ കണക്കാക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഉരുക്കുകോട്ടയിൽ BJPക്ക് അടിപതറിയത്. ഇതിൽ ഇപ്പോൾ റീ എലക്ഷൻ വരാനുണ്ടായ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ നിതിൻ നബിൻ എന്ന് പറയുന്ന ഇപ്പോൾ BJPയുടെ ഒരു ദേശീയ അധ്യക്ഷനാണ്. അദ്ദേഹമാണ് വർഷങ്ങളായി, കാലാകാലങ്ങളായി ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വരുന്നത്. ആള് അധ്യക്ഷനായതിന് ശേഷം അവിടെ സ്ഥാനമൊഴിയുകയും പുതിയ ആള് എന്നുള്ള നിലയ്ക്ക് ഒരു റീ എലക്ഷൻ അവിടെ നടത്തുകയായിരുന്നു. അപ്പോൾ ആള് BJP അധ്യക്ഷനായതുകൊണ്ടാണ് MLA സ്ഥാനം ഒഴിയുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പ് അവിടെ നടക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും ഈ പറയുന്ന BJPയുടെ വലിയൊരു നേതാവ് തന്നെയാണ് മത്സരിക്കുന്നതും, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇത് ആരുടെ കൈകളിലേക്കാണ് എത്തിയിരിക്കുന്നത്? ജൻ സൂരജ് പാർട്ടി പറയുന്ന 2024 ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെ അന്നെന്തോ ആണ് രൂപീകരിച്ച പാർട്ടിയാണ്. ആ പാർട്ടിയിലേക്കാണ് ഈ എത്തിയിരിക്കുന്നത്. ഈ പ്രശാന്ത് കിഷോർ ജയിച്ച് ബങ്കിപ്പൂർ ഇപ്പോൾ ജൻ സൂരജ് പാർട്ടിയുടെ അധികാരത്തിലേക്ക് മാറിയിരിക്കുക. അപ്പോൾ 2024 ഇറങ്ങിയ ഒരു പാർട്ടിക്ക് ബങ്കിപ്പൂർ എന്ന BJPയുടെ ഉരുക്കുകോട്ടയെ പിടിക്കാനായി സാധിച്ചിട്ടുണ്ടെങ്കിൽ നിസ്സാര വിജയമായിട്ട് നമുക്കതിനെ കണക്കാക്കാനായി സാധിക്കില്ല. അപ്പോൾ ഭൂരിപക്ഷം എടുത്ത് പരിശോധിക്കുമ്പോഴും പ്രശാന്ത് കിഷോറിന്, ജൻ സൂരജ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവും ഒക്കെയാണ് ഈ പറയുന്ന പ്രശാന്ത് കിഷോർ രൂപീകരിച്ചതും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വിജയം ആദ്യത്തേതാണ് കേട്ടോ. അദ്ദേഹം ആദ്യമായിട്ടാണ് വിജയിക്കുന്നത്. 64,151 വോട്ടുകൾക്കാണ് അദ്ദേഹം ജയിക്കുന്നത്. രണ്ടാം സ്ഥാനം ഈ പറയുന്ന BJP സ്ഥാനാർത്ഥിയായിരുന്ന നീരജ് കുമാറിനും. ഇപ്പോൾ വോട്ടിന്റെ ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ 19,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിലാണ് ഈ പറയുന്ന പ്രശാന്ത് കിഷോർ അവിടെ ജയിച്ചിരിക്കുന്നത്. അപ്പൊ നിസ്സാരമായിട്ടൊരു ജയമല്ല. കാരണം നോർത്ത് ഇന്ത്യ നമുക്കറിയാം എപ്പോഴും BJP അധികാരത്തിൽ നിൽക്കുന്നൊരു സംസ്ഥാനങ്ങളാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ തന്നെയുള്ളത്. 19,000 ചില്ലാൻ വോട്ടിന് ഭൂരിപക്ഷത്തിന് ഈ പറയുന്ന ഉരുക്കുകോട്ടയെ ഈ ജൻ സൂരജ് പാർട്ടിക്ക് തകർക്കാനായി സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്തു നോക്കുക പാർട്ടിയുടെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ളത്. എനിക്കൊന്ന് കോക്രോച്ച് ജനതാ പാർട്ടി അല്ലെങ്കിൽ ആ ഒരു സമരം ഇലക്ഷന് മുമ്പായിരുന്നു നടന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇന്ത്യയിൽ ഒരു BJP എന്നുള്ളൊരു സ്ഥാനം അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് തന്നെ ഒരു ഇത് പോയി എല്ലാം രണ്ടാം സ്ഥാനത്തിലോട്ട് പോയി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം എവിടെ നിന്നാലും പാർട്ടിയിൽ കോൺഗ്രസ് അല്ലെങ്കിൽ BJP ആണ് നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായിട്ട് ഭരിക്കുന്നതും ആൾക്കാരുള്ള സ്ഥലം. അപ്പോൾ ഇവർ രണ്ടിലേതെങ്കിലും അങ്ങോട്ട് മാറി മാറി വിജയിച്ചാൽ നമുക്ക് അതിശയിക്കാനൊന്നുമില്ല. പക്ഷേ ഇതൊരു സ്വാതന്ത്ര്യ പാർട്ടി ആയിട്ട് പോലും ഒരു സ്വതന്ത്ര 2024 ഏറ്റവും അതിശയിപ്പ്, ഞാൻ അത് വായിച്ചപ്പോൾ ഏറ്റവും അതിശയിച്ച് 2024 വന്ന ഒരു പാർട്ടിയാണ്. അപ്പം ഞാൻ ഇപ്പൊ ഒരു കോക്രോച്ച് ജനതാ പാർട്ടിയിൽ ഈ CJP ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറി BJPക്ക് എതിരായിട്ട് നിന്ന് മത്സരിച്ചാൽ ഒരുപക്ഷെ BJP സൈഡായി പോകാനുള്ള എല്ലാ ചാൻസും സാധ്യതയുണ്ട്. ഇതിപ്പോ രാഷ്ട്രീയ പാർട്ടിയായിട്ട് അവർക്കൊരു ഇതൊക്കെ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും BJPയെ തകർക്കാനായിട്ടുള്ളൊരു BJPക്ക് ഒരു കടുത്ത എതിരാളിയായിരിക്കുമെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്രയും സമരം നടത്തിയപ്പോഴത്തേക്ക് അത്രയും കടിച്ചു പിടിച്ചിരുന്ന വ്യക്തി അല്ലെങ്കിൽ ആ ഒരു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അവസാനം രാജിവെക്കേണ്ടി വന്നത്. അതിനൊക്കെ ശേഷമാണ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിയത്. വലിയൊരു മാറ്റം CJP കൊണ്ടുവന്നിട്ടുണ്ട്. ആ മാറ്റത്തിന്റെ ഒരു പ്രതിഫലനവും ഈ ബീഹാറിൽ ബങ്കിപ്പൂരിൽ കാണാനായി സാധിച്ചു എന്നുള്ളത്. ഇനി അവരൊന്ന് വേർക്കും, നല്ലപോലെ വേർക്കും. അതെ, ഇതില് ഇപ്പൊ ഈ ബങ്കിപ്പൂരിലെ ഒരു കണക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ 3.79 ലക്ഷം വോട്ടർമാരുണ്ട്. പക്ഷെ അതില് 1.6 ലക്ഷവും ഒരു BJPയുടെ ഉറച്ച വോട്ട് എന്നൊക്കെ പറയുന്ന ഒരു സവർണ ഹിന്ദുക്കളാണ്. അത്രയും ആളുകൾ സവർണ ഹിന്ദുക്കളാണ്. അപ്പം
BJPക്ക് ഒരു കടുത്ത പരാജയം തന്നെ ഈ ബങ്കിപ്പൂർ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഹിന്ദുത്വവാദം നിരന്തരം പറയുന്ന BJP പ്രവർത്തകർ, RSSന്റെ അജണ്ടകൾ, ഹിന്ദുത്വ രാഷ്ട്രത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ഭരിക്കുന്നത് തന്നെ. രാഷ്ട്രം മുഴുവൻ ഹിന്ദുക്കളുടേതാണ് എന്ന് മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയാണ് അവർ നടത്തുന്നത്. അപ്പോൾ ഇത്രയും സവർണ ഹിന്ദുക്കളുടെ ഒരു ഉറച്ച വോട്ട് എന്നവർ കരുതിയിരുന്ന സ്ഥലത്തു നിന്നാണ് ഒരു പരാജയം നേരിടുന്നത്. നിസാരമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ചിലപ്പോ ഇത് ഭാവിയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഈ ഒരു രീതിയിൽ തന്നെ പോയാൽ അവരല്ലെങ്കിൽ ഇപ്പൊ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെപ്പിച്ചതുപോലെ കൃത്യമായിട്ട് ഇനി ഒരു ഇതും വരുത്താതെ ആൾക്കാരെ കൊണ്ട് ഇത് ചെയ്യിക്കാതെ കൃത്യമായിട്ടുള്ള ഭരണം പോയാൽ ചിലപ്പോൾ ഇപ്പം നരേന്ദ്രമോദിക്ക് മനസ്സിലായി യൂത്തുകളുടെ ഒക്കെ അല്ലെങ്കിൽ ഒരു യുവജനങ്ങളുടെ ഒക്കെ വോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം റീൽസ് ആണ് അദ്ദേഹത്തിന്റെ ഓരോ ദിവസം ഓരോ വീഡിയോ. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ മറ്റു മന്ത്രിമാരോട് ഇനി മുതൽ റീൽസ് ചെയ്യുക, എന്നാലേ ഇനി റീൽസിലൂടെയാണോ യുവജനങ്ങളെ ഉണ്ടാക്കാൻ പറ്റുന്നതെന്നാണോ മോദിയുടെ വിചാരം? എന്താണെന്ന് മനസ്സിലാവുന്നത്. എന്തായാലും അദ്ദേഹം കൃത്യമായിട്ട് ഭരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. കാരണം ഏറ്റവും കൂടുതൽ BJP അധികാരികളാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ CJPക്കെതിരായി അല്ലെങ്കിൽ BJP സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കുറച്ച് പ്രായമുള്ളവർ മാത്രമാണെന്ന് തോന്നുന്നു. മറ്റവരെല്ലാം യുവാക്കളൊക്കെ തന്നെയും അവരുടെ രാഷ്ട്രീയ ചിന്തകൾ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പാർട്ടിയോടും താല്പര്യമില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു സ്വതന്ത്ര പാർട്ടിയെ മുന്നിട്ടിരിക്കുന്നത്. അത് ഈ സൂരജ് പാർട്ടിയുടെ ഏറ്റവും മുന്നിൽ എന്ന് വെച്ചാൽ ഒരു പാർട്ടിക്കും വേണ്ടിയല്ല, ഒരു RJD ആണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും BJPക്കുമായിട്ട് സപ്പോർട്ട് ലിങ്ക് ഉള്ള ഒരു പാർട്ടി അല്ല. അവർ സ്വതന്ത്രമായിട്ട് നിന്ന് പാർട്ടിക്കെതിരായിട്ട് സംസാരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിലാണ് അവിടെ രൂപീകരിച്ചിരിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു ഭരണം ബീഹാറിൽ ഉറപ്പാക്കുക, അഴിമതി ഇല്ലാതാക്കുക എന്നൊക്കെ നല്ല നല്ല മോട്ടീവുള്ളൊരു പാർട്ടിയായിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ ബീഹാറിലെ ആകെ ഒരു 38 ജില്ലകളുണ്ട്. ഈ പറയുന്ന 243 മണ്ഡലങ്ങളുണ്ട്. ഇവിടെയൊക്കെ കൂടുതലും ഭരിക്കുന്നത് BJP തന്നെയാണ്. അപ്പോൾ BJP ഒരു സൂരജ് പാർട്ടിയെ ഇനി ബീഹാറിൽ ഭയക്കുവാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് ഇക്കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. എന്താണെങ്കിലും ഇതൊരു പ്രതീക്ഷ തന്നെയാണ്. ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ എന്തായാലും നമ്മൾ നോക്കിക്കാണേണ്ടി വരും. അതുപോലെ ഈ പറയുന്ന ബങ്കിപ്പൂരിൽ എന്തായാലും നിതിൻ നബിന് ഒരു മോശമായി പോയി എന്ന് തോന്നിക്കാണും. തൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു മണ്ഡലം മറ്റൊരു പാർട്ടി കൊടുത്തു, അപ്പോൾ ഒരു അമളിയായി പോയി എന്നൊക്കെ തോന്നിക്കാണും. ആളുടെ പിതാവ് ഈ പറയുന്ന ബങ്കിപ്പൂർ അടുത്താണ് രൂപീകരിച്ചത്, 2008 രൂപീകരിച്ചത്. അതിനു മുൻപേ തന്നെ പഴയ പട്ന വെസ്റ്റ് എന്ന പേരിലായിരുന്നു ഈ പറയുന്ന മണ്ഡലം അറിയപ്പെട്ടിരുന്നത്, ബങ്കിപ്പൂർ. അപ്പോൾ 1995 നിതിൻ നബിൻ്റെ പിതാവാണ് ബങ്കിപ്പൂർ മണ്ഡലത്തെ നയിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് കിഷോർ പ്രസാദ് സിംഗ് ആണ്. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു BJP തന്നെയും അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അച്ഛന് ശേഷം പിന്നീട് മകൻ വരുന്നു. പിന്നീട് ആ തലമുറയെ അങ്ങോട്ട് പോകാനായി ആ ബങ്കിപ്പൂരിലെ ജനത സമ്മതിച്ചില്ല. അതോടെ അവിടെ നിർത്തി. അടുത്ത സൂരജ് പാർട്ടി ഒന്ന് പരീക്ഷിച്ചേക്കാനാണ് എന്നാണെങ്കിലും അവർ തീരുമാനിച്ചിട്ടുള്ളത് അല്ലേ. അതേപോലെ ബീഹാറിൽ ഇച്ചിരി വികസനവും കുറവാണ്. നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ബീഹാറിൽ കുറച്ച് വികസനത്തിനും കുറവുണ്ട്. അപ്പം ഈ സൂരജ് പാർട്ടി കൃത്യമായിട്ട് ഭരിച്ച് അവിടെ കുറച്ച് വികസനമൊക്കെ കൊണ്ടുവന്നാൽ BJPക്ക് അതൊരു വലിയ കൊട്ട് തന്നെ ആയിരിക്കും.